ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അനദർ വീഡിയോ. നമ്മളിന്ന് ചെയ്യുന്നത് പിസ്സയുടെ റെസിപ്പിയാണ്. സൂപ്പർ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ഇനി പിസ്സ ഉണ്ടാക്കാം. ഈസി ആയിട്ട് തന്നെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പിസ്സ. അതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം പിസ്സ സോസ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ പിസ്സ സോസ് ആദ്യം ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള പണിയൊക്കെ എളുപ്പമായിരിക്കും. പിസ്സ സോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. പിന്നെ ഇതൊന്നും ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. നമ്മൾ ക്യാപ്സിക്കം, തക്കാളി, സവാള, അതുപോലെ തന്നെ 6-7 അല്ലി വെളുത്തുള്ളി ഇത്രയും നമ്മളൊന്ന് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് നമ്മളൊന്ന് ജ്യൂസാക്കി എടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, പഞ്ചസാര, അതുപോലെ തന്നെ കുറച്ച് ഉപ്പും പിന്നെ ഒരു 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. പിസ്സ സോസ് ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാമോളം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുകൂടാതെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, അതുപോലെ തന്നെ ടൊമാറ്റോ സോസ്, കുറച്ച് കോൺഫ്ലോർ ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലയും 1/2 ടീസ്പൂണോളം തന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതൊന്ന് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതൊന്ന് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് തന്നെ മാവ് ഇതിലേക്ക് ഇട്ടിട്ട് കുഴച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷെ അതിലേറെ ഒന്നുകൂടി ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ടടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മാവ് കുഴച്ചെടുക്കുന്നതാണ്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം 1 കപ്പ് മൈദ ഇതുപോലെ കുറേശ്ശെയായിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറേശ്ശെയായിട്ട് പൊടി ഇട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള പൊടി കൂടി ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇപ്പോൾ ആ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പൊടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു മാവ് പരുവത്തിലാക്കണം. ചപ്പാത്തി മാവിനേക്കാൾ ഒന്നുകൂടി ഒന്ന് ലൂസായിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം പിന്നെ ഒഴിച്ചിട്ടുണ്ട്. അത്രയും വെള്ളം എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മാവിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവും വരിക. അപ്പോൾ നമ്മൾ മാവ് കുഴക്കുന്ന സമയത്ത് വെള്ളം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇത് ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്.
ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിൽ കുറച്ചൊരു എണ്ണ ഒന്ന് തൂവി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊരു മൂടി വെച്ചിട്ടൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യാം. ഇനി ഇതൊന്ന് ഏകദേശം ഒരു 2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചത് നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഞാനിവിടെ പാനിൽ വെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് 2 ഭാഗം റെഡി ആവുന്ന സമയത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു പിസ്സയിലോട്ട് ആവശ്യമായിട്ടുള്ളത് ചീസാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൊസറല്ല ചീസാണ്. മിൽക്കി മിസ്റ്റിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഏകദേശം ഇതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു 200 ഗ്രാമാണ്. അപ്പോൾ ഒരു 150 ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് കയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇത് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് 2 പിസ്സ ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാവ് ഞാൻ 2 പാർട്ടാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് 2 പാർട്ടാക്കി എടുക്കാം. ഇനി നമുക്ക് പിസ്സ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് വിസ്താരമുള്ള പാനാണ് നല്ലത്. അപ്പം ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തി ഈ ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കൈകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് റൗണ്ടിൽ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. കയ്യിൽ ഇത്തിരി എണ്ണ തടവുന്നത് നന്നായിരിക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ശരിയായിട്ട് തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് നല്ല റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. എല്ലാ ഭാഗത്തും ഒരേ കട്ടിയിലായിരിക്കണം ആക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് ഉണ്ടല്ലോ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകൾ ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്യാപ്സിക്കം ഒന്ന് വെച്ച് കൊടുക്കാം. ക്യാപ്സിക്കം റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒലിവ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ബ്ലാക്ക് ഒലിവാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ പിസ്സയിലോട്ട് ബ്ലാക്ക് ഒലിവാണല്ലോ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഇതുകൂടി ഒന്ന് ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസ് നന്നായിട്ട് തന്നെ ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ചീസ് നമ്മൾ എത്രത്തോളം ഇടുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ പിസ്സയും നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദോശക്കല്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുമ്പേ തന്നെ ഒരു ദോശക്കല്ല് ഗ്യാസിലൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 5 മിനിറ്റോളം ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. അതിന് മുകളിലാണ് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സയുടെ പാന് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു അലുമിനിയത്തിൻ്റെ തവ വെച്ചിട്ട് അതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു 10 to 15 മിനിറ്റ് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അതൊന്ന് മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് രണ്ടാമത്തെ പിസ്സ കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു പാൻ എടുത്തിട്ട് അതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പിസ്സയുടെ മാവ് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് സോസും അതുപോലെ തന്നെ ചിക്കനും മൊസറല്ല ചീസും അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റിനടുത്തായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്.
പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നുകൂടി ഒന്ന് ആ ചീസൊക്കെ ഒന്ന് അലിഞ്ഞിട്ട് വരണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു അലുമിനിയത്തിൻ്റെ പാത്രം ഒന്ന് മറിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടിയിൽ വെച്ചിട്ടുള്ള ദോശക്കല്ലുണ്ടല്ലോ അത് ഈ ഒരു പാത്രത്തിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ദോശക്കല്ലിൻ്റെ ചൂട് നമ്മുടെ പിസ്സയിലോട്ട് ചെല്ലും. അപ്പോൾ അങ്ങനെ പിസ്സയുടെ മുകൾ ഭാഗം ഒന്ന് ശരിയായ രീതിയിൽ റെഡിയായി കിട്ടിക്കോളും. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ദോശക്കല്ല് ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. നമ്മുടെ പിസ്സയുടെ മുകൾ ഭാഗം നന്നായിട്ട് തന്നെ റെഡിയായി കിട്ടും. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മുകൾ ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും മതി. ഇതൊന്ന് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ രണ്ടാമത്തെ പിസ്സ കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റുള്ള നല്ല കിടിലൻ പിസ്സയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പിസ്സയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.